ഈ ട്യൂലിപ്പ് ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ എന്തിനാ ഈ വീഡിയോ? അതല്ലേ ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച്. പക്ഷെ നമുക്ക് ട്യൂലിപ്പ് ഫ്ലവർ ഉണ്ടാക്കാൻ വേസ്റ്റ് മെറ്റീരിയൽസ് മാത്രം മതി. ആദ്യം കുറച്ച് പിസ്താഷ്യൽ എടുത്തിട്ട് റീഫില്ലറിൻ്റെ തുമ്പത്തേക്ക് ഫെവിക്വിക്ക് വെച്ചിട്ട് ഒട്ടിക്കാൻ നോക്കി. എൻ്റെ കൈ ഒട്ടിപ്പിടിക്കണമല്ലാണ്ട് അതെങ്ങും അതിലൊട്ടിയില്ല. പിന്നെ ഞാനൊരു പേപ്പർ എടുത്ത് അതിൽ ചുറ്റിക്കൊടുത്ത് അതിൽ ഫെവിക്വിക്ക് വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ ആളൊട്ടിപ്പിടിച്ചു. പിന്നെ 4 സൈഡിൽ നിന്നും ഇതേപോലെ തന്നെ ഒട്ടിച്ചു കൊടുത്ത് ഒരു ട്യൂലിപ്പ് ഫ്ലവറിൻ്റെ ഷേപ്പിലൊക്കെ ആക്കി എടുത്തു. ഇങ്ങനെ വെച്ചാൽ ട്യൂലിപ്പ് ഫ്ലവർ ആവില്ലല്ലോ, അതുകൊണ്ട് നമ്മളതിനെ പെയിൻ്റ് അടിച്ചു. ഒരു റെഡ് പിങ്ക് ഷെയ്ഡാണ് ഞാൻ കൊടുത്തത്. അത് പറഞ്ഞപ്പോഴാണ് നിങ്ങൾക്കറിയോ, ട്യൂലിപ്പ് ഫ്ലവേഴ്സ് ഓൾമോസ്റ്റ് എല്ലാ കളേഴ്സിലും ഉണ്ട്. റെഡ്, യെല്ലോ, പിങ്ക്, അങ്ങനെ ഒരുപാട്. അതിലും അടിപൊളി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 72 കൂടുതൽ സ്പീഷീസാണ് ട്യൂലിപ്പ് ഫ്ലവേഴ്സിനുള്ളത്. ഇവിടെ നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ഹൈബ്രിഡ് വെറൈറ്റിയാണ്. ഡാർവിൻ ഹൈബ്രിഡ് എന്നാണ് ഇതിൻ്റെ പേര്. ഇതാണ് ഡെക്കറേഷൻസിനൊക്കെ യൂസ് ചെയ്യുന്നത്. ട്യൂലിപ്പ് ഫ്ലവേഴ്സിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരിക നെതർലാൻഡ്സ് ആയിരിക്കും. ബട്ട് ആക്ച്വലി ഇവരുടെ ഒറിജിൻ എന്ന് പറയുന്നത് സെൻട്രൽ ഏഷ്യയാണ്. ഇതൊന്നും ഞാൻ പറഞ്ഞല്ല കേട്ടോ, എല്ലാം ഗൂഗിളിൽ നിന്ന് അടിച്ചു പറ്റിയത്. അപ്പം നമ്മൾ എവിടെ നിർത്തിയേ? പെയിൻ്റ് അടിച്ചു. ഇനി ഒരു പേപ്പർ എടുക്കുക, പേപ്പറിന് മൊത്തം ഗ്രീൻ കളർ അടിക്കുക, എന്നിട്ട് അതൊന്ന് ഉണങ്ങാൻ വെക്കുക. ഉണങ്ങിക്കഴിയുമ്പോൾ അതിനെ ലീഫിൻ്റെ ഷേപ്പിൽ നീട്ടത്തിൽ കട്ട് ചെയ്തെടുക്കുക. ഇനി ആ ലീഫിനെ എടുത്ത് നമ്മുടെ റീഫില്ലറിലായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ട്യൂലിപ്പ് ഫ്ലവർ റെഡി. സത്യം പറഞ്ഞാൽ ഇത് ഉണ്ടാക്കി തുടങ്ങിയപ്പോൾ ഇത്ര അടിപൊളി ഔട്ട്പുട്ട് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ വേസ്റ്റ് മെറ്റീരിയൽസ് മാത്രം യൂസ് ചെയ്തിട്ടുള്ള ട്യൂലിപ്പ് ഫ്ലവേഴ്സ്? പിന്നെ നമ്മുടെ ഒരു പുതിയ യൂട്യൂബ് ചാനലാണല്ലോ. അപ്പോൾ ഇന്നത്തെ ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.